ആണെങ്കിൽ ബോറടിച്ചിട്ട് വയ്യ ഗൈസ്. ഒരു 2 മിനിറ്റ് ഒന്ന് ടി വി കാണാം. ജനാഭിലാഷങ്ങളെ ആകാശവാക്കാനാണ് ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ ഒട്ടുനിൽക്കാൻ വേണ്ടി പറഞ്ഞാണ്. പറഞ്ഞ വാക്കിന് മനസ്സിലേക്ക് ഗായ്സ്, നിങ്ങൾക്കറിയാവാ നമ്മുടെ പുതിയ CM സാർ ആരാന്ന്? യെസ്, നമ്മുടെ CM സാറായ VD സതീശൻ സാറാണ് നമ്മുടെ പുതിയ CM ഗായ്സ്. അപ്പോൾ നമ്മുടെ VD സതീശൻ സാർ ഇപ്പോൾ പറഞ്ഞ കാര്യം നമുക്ക് ഫ്രാങ്കലിനൊക്കെ ഡോറിമോൻ്റെ ഒക്കെ അടുത്ത് പറയാം. ഫ്രാങ്കലിന ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എന്താടാ ഷിൻജാനെ? അതാ കാരണം എന്താണെന്ന് വെച്ചാലില്ലേ, നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയല്ലേ VD സതീശൻ. പുതിയ മുഖ്യമന്ത്രിയെ VD സതീശൻ. അപ്പം അതുകൊണ്ടിപ്പോൾ വണ്ടി മോഡിഫിക്കേഷനൊക്കെ അലോ ചെയ്തേക്കാണ് ഫ്രാങ്കലിന. അപ്പോൾ നമുക്ക് 2 പേർക്കും കൂടി ചെന്നിട്ട് വണ്ടി മോഡിഫൈ ചെയ്യാം. ടവറിന ഡോറിമോനെ, നിങ്ങൾ 2 പേരും വരണ്ട മോഡിഫൈ ചെയ്യാൻ. ആടാ ഷിൻജാനെ, ഞങ്ങൾ 2 പേരും വന്നുണ്ട്. കൂടെ ഞാനും വന്നുണ്ട്. എടാ ഷിൻജാനെ, ഇപ്പം നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകാം. വാടാ ഷിൻജാനെ. ഫ്രാങ്കലിന ഞങ്ങതേ വന്നെ. ഫ്രാങ്കലിന നമ്മ ഏത് വണ്ടി എടുക്കും? എടാ ഷിൻജാനെ, നീ എപ്പോഴാണ് ഈ ഫോർച്യൂണർ സ്റ്റോക്ക് ആക്കിയത്? അത് ഫ്രാങ്കലിന കഴിഞ്ഞ ദിവസം ജയിലിൽ പോയ സമയത്ത് സ്റ്റോക്ക് ആക്കിയതാ. ആണോ? എന്നാൽ എല്ലാവരും വന്ന് വണ്ടി കയറി. ഞാൻ കയറിയിട്ടാ. അപ്പം എല്ലാവരും വണ്ടി കയറിയില്ല. അപ്പം നമുക്ക് ഫോർച്യൂണർ എടുത്ത് വിട്ടേക്കാം ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് പൊളിയാക്കാൻ പോണ വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഫോർച്യൂണറാണ് ഗൈസ്. അപ്പം നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ അതൊക്കെ വണ്ടി അങ്ങോട്ട് എടുത്ത് ഗൈസ്. അല്ലെങ്കിൽ ഫോർച്യൂണർ മോഡിഫിക്കേഷൻ ചെയ്യണം. അവിടെ ഞാൻ ഫോർച്യൂണർ മോഡിഫിക്കേഷൻ ചെയ്യണം. വേണ്ട ഫ്രാങ്കലിന, ഫോർച്യൂണർ മോഡിഫിക്കേഷൻ ചെയ്യണ്ട. അതിനാലും GTR മോഡിഫിക്കേഷൻ ചെയ്യും. അത് നല്ല ഐഡിയ ആണ്. GTR നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യും. GTR നമുക്ക് പൊളിയാക്കാം കഴിയും. എടാ ഷിൻജാനെ, ട്രവറേ, ഇങ്ങോട്ട് വാടാ. ഓടോ ഫ്രാങ്കലിനെ, ഞങ്ങതേ വന്ന്. ഞങ്ങതേ വണ്ടി കയറണേട്ടാ. ഡോറിമോന് നീ വന്നില്ലേ? ഞാനും വന്നുണ്ട് ഫ്രാങ്കലിന. ഗൈസ്, അപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ GTR എടുത്തിട്ട് നേരെ നമ്മുടെ ബെന്നിയണ്ണൻ്റെ വർക്ക്ഷോപ്പിലോട്ട് വിടാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ബെന്നിയണ്ണൻ്റെ വർക്ക്ഷോപ്പിലോട്ട് നമുക്ക് കത്തിച്ച് വിടണതാണ് ഗൈസ്. നമ്മുടെ പവർഫുൾ വണ്ടിയും വെച്ച് നമ്മൾ ബെന്നിയണ്ണൻ്റെ വർക്ക്ഷോപ്പിൽ പോകുന്നു. ബെന്നിയണ്ണൻ പറയണ നമ്മുടെ മോഡിഫിക്കേഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വണ്ടി പൊളിയാക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്യാരേജിൽ വണ്ടി വെക്കുന്നു. ഇതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബെന്നിയണ്ണൻ്റെ കടയിലോട്ട് എത്തിയേക്കണം. ഗൈസ്, അപ്പോൾ നമുക്ക് മോഡിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. വണ്ടീനെ മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്കാണ് ഗൈസ്. ഫ്രാങ്കലിന വണ്ടി പൊളിയായല്ല. ആടെ ചെന്ന് വണ്ടി പൊളിയായി. നമുക്ക് ഈ വണ്ടി നേരെ നമ്മുടെ ഗ്യാരേജിൽ കൊണ്ട് നിർത്താം ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി കേടുവായിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ വണ്ടി നിർത്താം ഗൈസ്. എന്നിട്ട് നമ്മുടെ വണ്ടി പൊളിയാണ് ഗൈസ്. ഗൈസ്, ഡ്രിഫ്റ്റിംഗ് ഒക്കെ പൊളിയായിട്ട് ഡ്രിഫ്റ്റ് ആകണ്ട ഗൈസ്. ഗൈസ്, അപ്പം ഞാനാണെങ്കിൽ നേരെ കത്തിച്ച് വിടണേണ്. എൻ്റെ പൊന്നോ, ചെറുതായിട്ടൊന്ന് തട്ടി ഗൈസ്. അത് സീനില്ല. ഫ്രാങ്കലിൻ്റെ ഡ്രൈവിംഗ് അല്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ ഗേറ്റൊക്കെ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി പതുക്കെ അങ്ങോട്ട് തുറന്ന് വന്നോളും. ഗൈസ്, നമ്മുടെ പുതിയ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഈ വണ്ടി ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. ഗൈസ്, നമ്മുടെ VD സതീശൻ സാറ് പറഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പുതിയ വീഡിയോ എല്ലാവർക്കും